മഹിതം മലയാളം. മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര. ഇന്ന് ഈ പരിപാടി അവതരിപ്പിക്കുന്നത് ഡോക്ടർ മാർഗരറ്റ് ജോർജ്. പച്ചമലയാളം. മലയാളത്തിൽ സംസ്കൃത പദങ്ങളുടെ അതിപ്രസരം വന്നപ്പോൾ അതിനെതിരെ ഉണ്ടായ പ്രതികരണമാണ് പച്ചമലയാള പ്രസ്ഥാനമായി രൂപം കൊണ്ടത്. സംസ്കൃത പദങ്ങൾ പൂർണ്ണമായി ഒഴിവാക്കി ഒന്നോ രണ്ടോ ശ്ലോകങ്ങൾ എഴുതാമെന്നല്ലാതെ ഒരു കാവ്യം പൂർണ്ണമായി എഴുതാൻ കഴിയില്ലെന്ന് വിദ്യാവിനോദിനി പത്രാധിപരായിരുന്ന CP അച്യുതമേനോൻ പറഞ്ഞപ്പോൾ കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ അതിനെ എതിർത്തു. എന്നു മാത്രമല്ല, പച്ചമലയാളത്തിൽ സംസ്കൃത പദങ്ങൾ ഒട്ടുമില്ലാതെ നല്ല ഭാഷ എന്ന ഒരു കാവ്യം വിദ്യാവിനോദിനിയിൽ തന്നെ പ്രസിദ്ധീകരിക്കുകയും ചെയ്തു. സംസ്കൃതത്തിൻ്റെ ആധിപത്യത്തിനെതിരെ മലയാള ഭാഷയുടെ നൈസർഗിക സൗന്ദര്യത്തോടെ കൃതികൾ അവതരിപ്പിക്കാൻ ധാരാളം കവികൾ ഉത്സുകരായി. 19-ാം നൂറ്റാണ്ടിൽ കൊടുങ്ങല്ലൂർ കേന്ദ്രീകരിച്ചായിരുന്നു പ്രധാനമായും പച്ചമലയാള പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തനം നടന്നത്. വെൺമണി പ്രസ്ഥാനം രൂപം കൊണ്ടതും ഈ കാലഘട്ടത്തിലാണ്. കുണ്ടൂർ നാരായണ മേനോൻ്റെ 4 ഭാഷാകാവ്യങ്ങൾ കോമപ്പൻ, ശക്തൻ തമ്പുരാൻ, പാക്കനാർ, കണ്ണൻ എന്നീ കൃതികൾ ഇക്കൂട്ടത്തിൽ ഏറ്റവും ശ്രദ്ധ നേടി. മലയാള കവിതയ്ക്ക് ഒരു സ്വത്വബോധവും ദിശാബോധവും വളർത്താൻ പച്ചമലയാള പ്രസ്ഥാനം വളരെയേറെ സഹായിച്ചു. കൊട്ടാരത്തിൽ ശങ്കുണ്ണി, AR രാജരാജവർമ്മ, വെൺമണിക്കവികൾ തുടങ്ങിയവർ വാക്കുകൾ മാത്രമല്ല പ്രമേയവും പച്ചമലയാളമാക്കാനും കേരളീയമാക്കാനും ശ്രദ്ധിച്ചിരുന്നു. സംസ്കൃത പുരാണങ്ങളിൽ നിന്ന് ഇതിവൃത്തത്തെ മോചിപ്പിക്കുവാനും പച്ചമലയാള പ്രസ്ഥാനത്തിന് കഴിഞ്ഞു. എന്നാൽ മലയാളത്തിൽ എഴുതാൻ വേണ്ടി കൃത്രിമത്വം ചിലർ സ്വീകരിച്ചു തുടങ്ങിയപ്പോൾ ഇത് പച്ചമലയാള പ്രസ്ഥാനമല്ല, ഉണക്ക മലയാള പ്രസ്ഥാനം എന്ന് കേസരി ബാലകൃഷ്ണപിള്ള പരിഹസിച്ചിട്ടുണ്ട്. പച്ചമലയാളം എന്ന പേരിൽ ഒരു സാഹിത്യ മാസികയുണ്ട്. മലയാളത്തിൽ സാമാന്യ പരിജ്ഞാനം ലഭിക്കാനുള്ള സർട്ടിഫിക്കറ്റ് കോഴ്സ് കേരള സാക്ഷരതാ മിഷൻ ആരംഭിച്ചപ്പോൾ അതിന് പച്ചമലയാളം എന്ന പേരാണ് നൽകിയത്. സുമംഗലയുടെ പച്ചമലയാളം നിഘണ്ടു മലയാള ഭാഷയ്ക്ക് ഒരു മുതൽക്കൂട്ടാണ്. ഏതാണ്ട് 60,000-ഓളം പച്ചമലയാള വാക്കുകൾ ഉൾക്കൊള്ളുന്നതാണ് ആ നിഘണ്ടു. ദ്രാവിഡ അക്ഷരമാലയിലില്ലാത്ത അധികരം, മൃദു, ഘോഷം, ഋ, ഋ, ശ, ഷ, സ, ഹ തുടങ്ങിയ അക്ഷരങ്ങളെ ഒഴിവാക്കി മനോജ് കുറൂർ അടുത്ത കാലത്ത് എഴുതിയ നിലം പൂത്തു മലർന്ന നാൾ എന്ന നോവൽ പച്ചമലയാളത്തിൻ്റെ സംവേദന ഭംഗി ഇന്നും തുടരുന്നതിന് ഉദാഹരണമാണ്. മഹിതം മലയാളം. മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര.